ഇത് കണ്ടിട്ട് കുടിച്ചാൽ. കോഴിക്കോട് യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ യുവതിക്കെതിരെ പോലീസ് കേസെടുത്തു. വടകര സ്വദേശി ഷിംജിത മുസ്തഫയ്ക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. പ്രതിയായ യുവതി ഒളിവിലെന്ന സൂചന. എന്റെ ബുദ്ധിപരമായ നീക്കം കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഒന്നും തോന്നുന്നില്ല. അണയാൻ പോകുന്ന തീയാളിക്കത്തും. വടകര സ്വദേശി ഷിംജിതയാണ് കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോയത്. വസ്തുതാവിരുദ്ധമായ ആരോപണം ഉന്നയിക്കപ്പെട്ടതിൽ മനംനൊന്താണ് ആത്മഹത്യ. ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ തുടങ്ങിയാൽ നമ്മൾ ആണുങ്ങൾ എന്ത് ചെയ്യാനാണ്? ദുരനുഭവമുണ്ടായെന്ന ആരോപണം ദീപകിന്റെ മരണത്തിന് ശേഷവും യുവതി ആവർത്തിച്ചിരുന്നു. എന്തൊരു തൊലിക്കട്ടി, കാണ്ടാവറും തോറ്റു. വടകര പോലീസിൽ ഇക്കാര്യം അറിയിച്ചെന്നായിരുന്നു യുവതിയുടെ അവകാശവാദം. എന്നാൽ ഈ വാദം വടകര പോലീസ് തള്ളി. ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തിയാണ് എഫ്ഐആർ. ജാമ്യം കിട്ടുന്ന യാതൊരു ഹോപ്പും വേണ്ട. പിടിച്ചു, കയ്യോടെ പിടിച്ചു. ദീപക് ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതി ഷിംജിത മുസ്തഫ അറസ്റ്റിൽ. ഇങ്ങോട്ട് വന്നേ നീ. വടകരയിലെ ബന്ധുവീട്ടിൽ നിന്നാണ് ഷിംജിതയെ പിടികൂടിയത്. എന്റെ അടുത്താ നിന്റെ അഭ്യാസം അല്ലേ? പോലീസ് ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തിയാണ് കേസെടുത്തത്. മേലും കീഴും നോക്കാതെ ഓരോന്നും ചാടി പുറപ്പെട്ട ഇങ്ങനെയിരിക്കും. തൊട്ടു പിന്നാലെ ഷിംജിത ഒളിവിൽ പോയിരുന്നു. പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയതാ സാർ. ഇപ്പോൾ ഷിംജിത പിടിയിലായിരിക്കുന്നു. താനക്ക് ഈ ഭൂമിക്ക് ആവശ്യമില്ലാത്തൊരു ഭാരമാണ്. വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായി. തൊട്ടു പിന്നാലെയാണ് ഷിംജിതക്കെതിരെ കേസെടുത്തത്. കാക്കക്കൂട്ടിലെ കുയിലായി പോയി. അതെന്റെ കയ്യിലിരിപ്പുണ്ടല്ലേ? റിമാൻഡ് ചെയ്തിരിക്കുന്നു. കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ് 14 ദിവസത്തേക്കുള്ള. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ. റിപ്പോർട്ട് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് അംഗീകരിക്കുകയാണ് കോടതി ചെയ്തത്. ഉപ്പ് തിന്നവൻ ആരായിരുന്നാലും നാരങ്ങ വെള്ളം കുടിക്കും. വരട്ടെ, വരട്ടെ. ഇങ്ങനൊരു ജന്മം